ശ്രീമതി വിനിത വിജയൻ നോക്കൂ, ഈ കുട്ടിയുടെ നിതിൻ രാജിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരു സർജറിയെ ആ സർജറിയെ പോലും ഒരു അപമാനിക്കാൻ ഒരു കാരണമാക്കി ഉപയോഗിക്കുന്ന ഒരാളെ അധ്യാപകനെന്ന് എങ്ങനെയാണ് വിളിക്കാനാവുക? ഈ ജാതിവെറി അയാളുടെ ബോധത്തെ അങ്ങനെ മറച്ചു കളയുമോ? അയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് അയാൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? അതെ അതെ, അത് മാത്രമല്ല ജിംഷാദ്, ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സിൻ്റെ എല്ലാം അവസാന വാക്കായിട്ട് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞ് എല്ലാ കേസുകളിലും ഒരുപോലെ കൊടുക്കുന്ന ഒരു വാചകം, ഇത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടുള്ള മരണമാണ്, ഇതിൽ ജാതി എന്ന് പറയുന്ന ഘടകം പ്രവർത്തിച്ചിട്ടില്ല. മരണത്തിന് ശേഷം സ്ഥിരം പറയുന്ന വാചകമാണ് പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത്. അതിവിടെയും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്ര പ്രത്യക്ഷമായിട്ടുള്ള ആ കുട്ടിയുടെ ഓഡിയോ സന്ദേശം കേരളം മുഴുവൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഓഡിയോ സന്ദേശത്തിലടക്കം അവൻ്റെ സ്വന്തം വാക്കുകളിൽ നേരിട്ട ആ വിവേചനത്തിൻ്റെ തീവ്രതയെ, സങ്കടത്തെ, മരണകാരണമായേ എന്ന് നമ്മൾക്ക് പിന്നീട് മനസ്സിലാകുന്ന ആ വേദനയെ അവൻ പറഞ്ഞു വെച്ചിട്ട് പോലും അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് വന്നത്? അത് പേഴ്സണൽ റീസൺ കൊണ്ട് അവന് കടബാധ്യത ഉണ്ടായിരുന്നു, അവന് പുറത്തെന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഈ സ്ഥാപനവുമായിട്ടോ ജാതീയതയുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലുള്ള നിഷേധാത്മകമായ നിലപാടാണ് സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള ഐക്യം പ്രഖ്യാപിച്ച് നടന്നിട്ടുള്ള ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് മുന്നിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഏതെങ്കിലും ഒരെണ്ണം ഈ ഒരു കുട്ടിക്ക് നേരിട്ടിട്ടുള്ള നീതി നിഷേധത്തിനെതിരായിട്ട് അവന് നേരിടേണ്ടി വന്ന അപമാനത്തിനെതിരായിട്ട് അവന് നഷ്ടപ്പെട്ട ജീവനിൽ ഖേദിച്ചുകൊണ്ട് ഒരു വാക്കെങ്കിലും ഇവരാരെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ അതെങ്ങനെ പറയും? അത് അവരുടെ വർഗബോധം, ബോധം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പുറത്തേക്ക് സമത്വത്തിന്റെ ഭാഷ പറയുകയും അകത്ത് ഈ വിവേചനങ്ങളെല്ലാം പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വാക്കുപോലും മിണ്ടാതിരിക്കുന്ന അവരുടെ കപടതയെ കൂടി മനസ്സിലാക്കാനുള്ള